അപ്പോൾ ഇന്ന് നമുക്ക് 2 കൂന്തളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കൊടുന്നതാണ്. ഷിപ്പിങ്ങിന് പോകുന്ന പരിചയത്തിലൊരാൾ ഇക്കയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. ഞാനാണെന്നുവെച്ചാൽ ഇത്രയും വലിയ കൂന്തൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ചെറിയ ചെറിയ കൂന്തൽ നന്നാക്കിയിട്ട് ഉപയോഗിച്ചുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും യാതൊരു ഐഡിയയും ഇല്ല. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ തോലാദ്യം മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ആദ്യം നടു കീറിയിട്ട് തോല് മാറ്റാമെന്ന് വിചാരിച്ചു. നടു കീറിയപ്പോൾ അതിലാകെ മുട്ടയാണ്. ആകെ മഷിയൊക്കെ കലങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കേട്ടോ, പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ നിറച്ച് മുട്ട. ആദ്യമായിട്ടാ കൂന്തൽ മുട്ട കാണുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ നട്ടെല്ലാം ഊരിയെടുത്തു. നല്ല ബലമുണ്ട് ഇതിന് കേട്ടോ. ഒരു തോണി പോലെ അങ്ങനെ തോന്നി എനിക്ക്. ഒരു തോണി പോലെ തോന്നി. പിന്നെ അതിങ്ങനെ കഷ്ണം ചെറുതാക്കി കഷ്ണമാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് കഴുകുകയാണ് കേട്ടോ. ആ ഒരു മങ്ങിയ കളറായിരുന്നു. കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയപ്പോഴാണ് അതിൻ്റെ ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ട് ഒരു വെള്ള കളറായത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളിവിടെ കൂന്തൽ ഫ്രൈ ചെയ്യാണ് അധികം ചെയ്യാറ്. റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഇവിടെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ വലിയ ആഡംബരമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ഇട്ടിട്ടില്ല. വെറുതെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഈ 3 ഐറ്റംസ് ഇട്ടിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചു. അതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര പൊട്ടിത്തെറിക്കലാണ്. 4 സൈഡിലേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അടച്ച് വെച്ചിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തതിലൊക്കെ ശരിയായി. ഇപ്പം ഇന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ.